17-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ രാത്രിയിൽ സന്ദർശിക്കുന്ന ദൈവമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ജെറമ്യ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത ദൈവം കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിക്കുകയാണ്. ഹോരേബ് പർവ്വതത്തിൽ നിന്നും ദൈവപ്രത്യക്ഷതയും ദൈവം കൊടുത്ത അധികാരത്തോടെ മിസ്രൈമിലേക്ക് കടന്നു വന്ന മോശ തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ദൈവം പറഞ്ഞ വചനങ്ങളും ദൈവം കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചപ്പോഴാണ് അങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കത്തക്ക നിലകളിലേക്ക് ജനത്തിന് ദൈവത്തോട് ഒരു ആരാധനയും ദൈവത്തോട് ഒരു ബഹുമാനവും ഉണ്ടാകുന്നത്. നാം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 15-16 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നയീനിലെ അമ്മച്ചിയുടെ മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ചല്ലേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വിധവയുടെ കണ്ണുനീർ കണ്ടിട്ട്, ആ ഏക മകന്റെ മരണത്തിലുള്ള വിലാപം കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് മഞ്ചം തൊട്ടു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ മരിച്ചുപോയ കുഞ്ഞ് അവൻ എഴുന്നേറ്റിരുന്ന മഞ്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനം കണ്ടിട്ട് ഇത് കേട്ടിട്ട് എല്ലാവർക്കും വലിയ ഭയം പിടിച്ചു എന്നും ഒരു വലിയ പ്രവാചകൻ നമ്മുടെ നടുവിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ അതെ, ജനം കുമ്പിട്ട് നമസ്കരിക്കത്തക്ക നിലകളിൽ, ജനം ഭയത്തോടെ ദൈവത്തെ ആരാധിക്കത്തക്ക നിലകളിൽ, ഒരു നിലവാരത്തിൽ, ഒരു മാനസിക അവസ്ഥയിൽ അവർ എത്തിച്ചേരുന്നതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ നീ എന്നെ സന്ദർശിക്കണമേ, ദൈവമേ ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ ഒന്ന് സന്ദർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവിക സന്ദർശനം ആമേൻ കടന്നു വരുമ്പോൾ ശത്രുക്കളെ ദൈവം തകർക്കുക മാത്രമല്ല, ശത്രുക്കളെ ദൈവം ചിതറിക്കുക മാത്രമല്ല, മറിച്ച് ജനത്തെ ദൈവം ആമേൻ ഉദ്ധാരണം കൊടുക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ അവൻ ഇന്ന് വചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയുകയാണ്, ദൈവം ജനത്തെ സന്ദർശിക്കുമ്പോൾ നടക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ജനത്തിന് ഒരു ഉദ്ധാരണം ഉണ്ടാകുകയാണ്. സാമ്പത്തികമായിട്ടുള്ള ഉദ്ധാരണം, ആത്മീകമായിട്ടുള്ള ഉദ്ധാരണം, ആമേൻ ശാരീരികമായിട്ടുള്ള ഉദ്ധാരണം, മാനസികമായിട്ടുള്ള ഒരു ഉദ്ധാരണം ദൈവം തരുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ഉയർച്ചയും ഉദ്ധാരണവും ഒരു നന്മയും അനുഗ്രഹവും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ദൈവിക സന്ദർശനത്തിന്റെ ഒന്നാമത്തെ ഫലം ജനത്തിനുണ്ടാകുന്ന ഉദ്ധാരണമാണ്. 65-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവിക സന്ദർശനം ഭൂമിയിലാണ് ഉണ്ടാകുന്നത്. നീ ഭൂമിയെ ആമേൻ നനച്ച് ആമേൻ അതിനെ സന്ദർശിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. ദൈവം ഭൂമിയെ സന്ദർശിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തുടർന്നുള്ള വാക്യത്തിൽ നീ അതിൻ്റെ മുളയെ അനുഗ്രഹിക്കുന്നു, നീ അതിൻ്റെ കട്ടകളെ ഉടച്ചു നിരത്തുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല ദൈവം സന്ദർശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആമേൻ മരുഭൂമിയെ അവൻ മലർവാടിയാക്കി മാറ്റുകയാണ്. അതേ, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ അവൻ സന്തോഷവും ആനന്ദവും ഉണ്ടാകുകയാണ്. കുന്നുകൾ ഉല്ലാസം ധരിക്കുകയാണ്. സ്തോത്രം. അത് പർവ്വതങ്ങളിലും എല്ലാം നന്മകളാണ്, താഴ്വരകളിലെല്ലാം നന്മകളാണ്. മേച്ചൽപ്പുറങ്ങൾ ആടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അവയാർക്കുകയും പാടുകയും ചെയ്യുകയാണ്. ദൈവഭൂമിയെ സന്ദർശിച്ചാൽ പിന്നെ താഴോട്ടുള്ള വാക്യങ്ങളിൽ മുഴുവനും അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം സാറയെ ആണ് സന്ദർശിക്കുന്നത്. ദൈവം സാറയോട്, അബ്രഹാമിനോട് പറഞ്ഞ അവധിക്ക് തന്നെ സാറയെ ദൈവം സന്ദർശിച്ചപ്പോൾ അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുകയാണ്. അവൻ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നടക്കുകയില്ല, ഇനിയൊരു കുഞ്ഞുണ്ടാകുകയില്ല, അത് മനുഷ്യരാൽ അസാധ്യമാണ് എന്ന് പറഞ്ഞ കാര്യം ദൈവ സന്ദർശനം നടന്നപ്പോൾ അത് അവൻ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ
വരുമ്പോൾ അത് നടക്കുകയാണ്. ദൈവിക സന്ദർശനത്തിലൂടെ ചില വിടുതലുകൾ നടക്കും. ദൈവിക സന്ദർശനത്തിലൂടെ നടക്കുകയില്ല, സംഭവിക്കുകയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവം അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവിക സന്ദർശനങ്ങൾ നടക്കുമ്പോൾ ഒന്നാമത് ജനത്തിന് ഉദ്ധാരണം, രണ്ടാമതായിട്ട് അനുഗ്രഹം, മൂന്നാമതായിട്ട് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നടക്കത്തില്ലെന്ന് പറയുന്നതിനെ നടത്തുന്ന ദൈവമാണ്. നാലാമത്തെ ചിന്ത, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 10-11 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ബാബേൽ പ്രവാസികളെ ദൈവം മടക്കി വരുത്തുമ്പോൾ ദൈവം പറയാണ്, നിങ്ങൾക്ക് തിന്മയല്ല നന്മയത്രേ വരാൻ പോകുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഉള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. ബാബേലിൽ നിന്ന് തന്നെ ജനത്തെ ദൈവം മടക്കി വരുത്തുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു ശുഭഭാവി, ദൈവം അവർക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിരിക്കുകയാണ്. അത് ദൈവിക സന്ദർശനം പ്രവാസികളെ, അടിമകളെ മടക്കി വരുത്തുവാനുള്ളതാണ്. സ്തോത്രം. അടുത്തതായിട്ട് അഞ്ചാമത്തെ ചിന്ത നമുക്ക് കാണുന്നത് ദൈവിക സന്ദർശനത്തിൽ നിലനിൽക്കാതിരുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 6 വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുകയാണ്. അപ്പം എന്ന കോലിനെ ഒടിച്ചു കളഞ്ഞു. ബേത്ലഹേമിൽ ക്ഷാമം വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ദൈവിക സന്ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഒരു താൽക്കാലികമായ വിടുതലിന് വേണ്ടി ശപിക്കപ്പെട്ട മോവാബിലേക്ക് ഓടിപ്പോയ കുടുംബത്തിലെ അപ്പനും 2 ആൺമക്കളും മരിച്ചു 3 വിധവമാര് മാത്രം ശേഷിക്കുകയാണ്. പക്ഷേ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു, ആഹാരം കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ നൊവോമി തന്റെ മരുമകളുമായി കടന്നു വരുവാൻ തയ്യാറാകുകയാണ്. ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്ന, അപ്പം കൊടുക്കുന്ന, അവരുടെ ശൂന്യതകളും അവരുടെ പരാജയങ്ങളും അവരുടെ ഞെരുക്കങ്ങളും അവരുടെ ക്ഷാമങ്ങളും മാറ്റുന്നൊരു ദൈവത്തെയാണ് അഞ്ചാമതായി നാം കാണുവാൻ കഴിയുന്നത്. ആറാമതായിട്ട് സഫന്യാവിന്റെ പുസ്തകം 2 അധ്യായം 7 വാക്യത്തിൽ ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ അവിടെ സ്ഥിതി മാറ്റും എന്ന് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ശാരീരികമായി വളരെ മോശം സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ്, നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻ എല്ലാം പ്രതികൂലമായിരിക്കാം. പക്ഷെ കർത്താവ് പറയാണ്, തൻ്റെ ജനത്തെ ദൈവം സന്ദർശിച്ച് അവിടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേൽ സന്തോഷിക്കുകയും യാക്കോബ് ആനന്ദിക്കുകയും ചെയ്യും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദയെ, നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. നീ ആനന്ദിക്കത്തക്ക നിലകളിൽ, നീ സന്തോഷിക്കത്തക്ക നിലകളിൽ, നിനക്കൊരു കൊയ്ത്ത് കിട്ടത്തക്ക നിലകളിൽ സഫന്യാവ് പറയുകയാണ്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവിടെ സ്ഥിതി മാറ്റുന്ന ദൈവം. ഏഴാമതായിട്ട്, ഒടുവിലായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് സഖരിയാവിന്റെ പുസ്തകം 10 അധ്യായം 3 വാക്യത്തിലേക്ക് വരുമ്പോൾ ആടിനെ മനോഹര തുരകം ആക്കുന്ന ഒരു ദൈവമുണ്ട്. തുരകം എന്ന വാക്കിന്റെ അർത്ഥം കുതിര എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആടിനെ മനോഹര തുരകമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഒരു ബലമില്ലെന്ന് പറയുന്ന, ശക്തിയില്ലെന്ന് പറയുന്ന, ഒരു ത്രാണിയുമില്ലെന്ന് പറയുന്ന ഒരു കുഞ്ഞാടിനെ ഒരു മനോഹര തുരകമാക്കി മാറ്റുവാൻ, ഒരു മനോഹരമായ കുതിരയാക്കി മാറ്റുവാൻ സ്തോത്രം ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുണ്ട്, ദൈവമേ അവിടുന്ന് എന്നെ സന്ദർശിക്കണമേ, എനിക്കൊരു ഉദ്ധാരണം തരേണ്ടതിന് വേണ്ടി, എന്നെ ഒന്ന് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി, നടക്കുകയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി, എന്നെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് സ്വന്തം ദേശത്തേക്ക് ഒന്ന് തിരിച്ചു വരുത്തി ഒരു ശുഭഭാവി വരത്തക്ക നിലകളിൽ സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ജനത്തിന് അപ്പം കൊടുക്കത്തക്ക നിലകളിൽ, എൻ്റെ സ്ഥിതി മാറത്തക്ക നിലകളിൽ, എന്നെ ഒരു മനോഹര തുരകമാക്കി മാറ്റത്തക്ക നിലകളിൽ ദൈവമേ നീ എന്നെ സന്ദർശിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ, ഇന്ന് ദൈവം നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ സന്ദർശിക്കേണ്ടതിന് വേണ്ടി ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ച് അവരെ ഓർത്ത് അവരെ സന്ദർശിച്ച ദൈവം മാത്രമല്ല, ശിംശോനെ സന്ദർശിച്ചവനായ ദൈവം മാത്രമല്ല, നയീൻ
മുന്നിൽ അമ്മച്ചിയുടെ മകനെ സന്ദർശിച്ച ദൈവം നമ്മെയും സന്ദർശിച്ച് എല്ലാവർക്കും ഭയം പിടിക്കത്തക്ക നിലകളിൽ, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തക്ക നിലകളിൽ ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, വചനം കേട്ട എല്ലാവരെയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ആമേൻ. വചനം കേട്ടവരെയും ശുശ്രൂഷിച്ച എളിയവനെയും ഒരുപോലെ അവിടുന്ന് സന്ദർശിക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ പോൾസ് മിനിസ്ട്രി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വിലയേറിയതാണ്. ഏകദേശം 110ഓളം വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ ഈ ചാനലിലൂടെ നാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സമയമെടുത്ത് അത് കാണണം എന്ന് ഓർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ മെസ്സേജ് കിട്ടേണ്ടതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അത് ബെൽ ബട്ടൺ അമർത്തുവാൻ കഴിയും. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാൻ കഴിയും. എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ വേലയിൽ അവിടുത്തെ വരവോളം അല്ല, നമുക്ക് കർത്താവ് തന്ന ആയുസ്സോളം ആമേൻ ദൈവിക വേലയിൽ വ്യാപൃതരാകുവാൻ ഞാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. നാളെ മറ്റൊരു മെസ്സേജുമായി നേരിൽ കാണും വരെയും God bless you.